പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭീഷണിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുനമ്പം സമരസമിതി. സ്വസ്ഥമായി ജീവിക്കാനാണ് സമരം ചെയ്യുന്നത്. സതീശന് വോട്ട് മാത്രമാണ് പ്രധാനമെന്നും സമരസമിതി വിമർശിച്ചു. സതീശന്റെ ഭീഷണിക്ക് പിന്നാലെ പ്രാദേശിക നേതാക്കൾ കൊലവിളി നടത്തുന്നുവെന്നും സമരസമിതി അംഗം ഫിലിപ്പ് ജോസഫ് ജനം ടിവിയോട് പറഞ്ഞു. പിന്നെ ചില ആളുകളുണ്ട്, ഇവരെല്ലാം അവിടെ കൊണ്ടുവന്ന് രാഷ്ട്രീയം കളിച്ച് കുഴപ്പമുണ്ടാക്കിയ ആള്. അത് കുഴപ്പമില്ല, അവിടെ നിന്നോട്ടെ. ചെവിയിലൊന്നും മുള്ളി അത്രയുള്ളൂ. ആ ചെയ്തവൻ ചെവിയില് കാര്യം മനസ്സിലായില്ല, ചെവിയിലൊന്നും മുള്ളി അത്രയുള്ളൂ. അത് അവരുടെ കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം, അവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ ദിവസം എറണാകുളം ചേറായിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ഈ വെല്ലുവിളിയാണ് മുനമ്പം സമരസമിതി നേതാക്കളെ ചൊടിപ്പിച്ചത്. ഇരിക്കുന്ന പദവിക്ക് നിരക്കാത്ത പ്രസ്താവനയാണ് വി ഡി സതീശൻ നടത്തിയെന്ന് സമരസമിതി അംഗം ഫിലിപ്പ് ജോസഫ് ജനം ടിവിയോട് പറഞ്ഞു. സതീശന്റെ ഭീഷണിക്ക് പിന്നാലെ കൊലവിളി നടത്തുകയാണ് പ്രാദേശിക നേതാക്കൾ. അദ്ദേഹം പറഞ്ഞത് 1.5 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരും, അപ്പൊ ഞങ്ങൾ ചെവിയിൽ നുള്ളിക്കുമെന്ന് പറഞ്ഞു. അതിലുപരി അദ്ദേഹം അത്രയുമാണ് സ്റ്റേജിൽ പറഞ്ഞത്. പക്ഷെ ഇവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാർ പ്രചരിപ്പിക്കണം, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ളവർ, എന്റെ പേരെടുത്ത് പറയുന്നത് എന്നെ കൊന്നുകളയുമെന്നാണ് പറയണത്. അധികാരത്തിൽ UDF വന്നു കഴിഞ്ഞാൽ എന്നെ പോലെയുള്ള ഒരു വ്യക്തിനെ കൊന്നുകളയും, ശവം റോട്ടിൽ കിടക്കുമെന്നൊക്കെയാണ് ഇവിടെ എന്നെ കുറിച്ച് പ്രചരിപ്പിക്കണം. തങ്ങൾ സമരം ചെയ്യുന്നത് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയാണ്. വി ഡി സതീശന് വോട്ട് മാത്രമാണ് പ്രധാനം. കുടുംബത്തിന് വേണ്ടിയല്ല ആൾക്കാർ സമരം ചെയ്യുന്നത്. കുടുംബമില്ലെങ്കിൽ എന്ത് ജീവിതം? വി ഡി സതീശന് വോട്ടാണ് പ്രധാനം. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടാണ് പ്രധാനം, അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് ആരുടെയും പുറകിൽ പോകാനില്ല. എന്ത് വന്നാലും സമരവുമായി മുന്നോട്ട് പോകും. സതീശന്റെ ഭീഷണി കയ്യിൽ വെച്ചാൽ മതിയെന്നും ഫിലിപ്പ് ജോസഫ് വ്യക്തമാക്കി. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതിപക്ഷ നേതാവേ, ഭീഷണിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഇത് 2025 1965 അല്ല. പ്രതിപക്ഷ നേതാവിന്റെ ഇത്തരം പ്രസ്താവനകൾക്ക് കേരളം ഉചിതമായ മറുപടി നൽകുമെന്നും സമരസമിതി നേതാക്കൾ പറയുന്നു. ജനം, കൊച്ചി.